Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് 3ds Maxൽ വരച്ച ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി ഞാൻ ഇവിടെ കുറച്ച് സ്പിയർ, ബോക്സ് അങ്ങനെ കുറച്ച് ഷേപ്പുകൾ വരച്ചിട്ടുണ്ട്. 3D ഷേപ്പുകൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായി ആ ഒബ്ജക്റ്റിന്റെ അവിടെ മൗസ് കൊണ്ടുപോകുമ്പോൾ ആ ഒബ്ജക്റ്റിന് ഔട്ട് മൊത്തത്തിൽ ഒരു കളർ വരുന്നത് കാണാം, ഒരു യെല്ലോ കളർ. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പൊ ഓബ്ജക്ട് സെലക്ട് ആയി. ഇനി അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു യെല്ലോ കളർ വരുന്നത് കാണാം ഔട്ടർ ആയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആണ് സെലക്ട് ആവുന്നത്. നമുക്ക് ഒന്നിന് കൂടുതൽ ഒബ്ജക്റ്റുകൾ അറ്റ് എ ടൈം സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്യുക. ഇനി അടുത്ത ഒബ്ജക്റ്റ് ഏതാണോ സെലക്ട് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെയും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഒന്നിന് കൂടുതൽ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ചെയ്തത് മൊത്തം ഡീസെലക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഒന്നും സെലക്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ മൗസ് ബട്ടൺ ജസ്റ്റ് പുറത്ത് പോയി ക്ലിക്ക് ചെയ്യുക. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. ഇപ്പൊ 3 ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തു. ഇനി കൺട്രോൾ ഡി നിൽക്കിയാൽ മതി. കൺട്രോൾ ഡി നിൽക്കിയാലും നമുക്ക് സെലക്ട് ചെയ്തത് ഞാൻ സെലക്ട് ആക്കാൻ പറ്റും. ഇനി ഇവിടെ വരച്ച എല്ലാ ഒബ്ജക്റ്റിനും അറ്റ് എ ടൈം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൺട്രോൾ+A, എല്ലാ ഒബ്ജക്റ്റുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ+A ചെയ്താൽ മതി. നമ്മളിപ്പോ ഈ ഒബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ സെലക്ട് ചെയ്യണം. അതായത് ഈ ഒബ്ജക്റ്റ് വേണ്ട, ബാക്കിയുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ+I നിൽക്കുക. അതായത് കൺട്രോൾ+I, അതായത് ആ ഒബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്യും. ഇത് എഡിറ്റിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ഓൾ, കൺട്രോൾ+A. അതായത് ഒന്നും സെലക്ട് ചെയ്യണമെങ്കിൽ, അതായത് സെലക്ട് ചെയ്തത് മൊത്തം ഞാൻ സെലക്ട് ആക്കണമെങ്കിൽ കൺട്രോൾ+P. ഇൻവേർട്ട് ആയിട്ട് സെലക്ട് ചെയ്യുക, അതായത് ആ ഒബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ളത് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ+I. ഇനി ഷിഫ്റ്റ് കൺട്രോൾ+I, അതായത് സിമിലർ ഒബ്ജക്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ സിമിലർ ആയിട്ട് വരച്ചിട്ടുള്ളത് 3 ബോക്സുകളാണ്, 1, 2, 3. പിന്നെ 2 സ്പിയർ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോ ടൂൾസ് എഡിറ്റിൽ പോയി നോക്കിയാൽ സെലക്ട് സിമിലർ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ആദ്യം ഒരു ബോക്സ് സെലക്ട് ചെയ്തു. ഇനി സിമിലർ ആയിട്ടുള്ള സെലക്ട് ചെയ്യണമെങ്കിൽ എഡിറ്റിൽ പോവുക, സെലക്ട് സിമിലർ ക്ലിക്ക് ചെയ്താൽ ഈ 3 ബോക്സും സെലക്ട് ആയത് നമുക്ക് കാണാം. അതേപോലെ സ്പിയർ നിൽക്കി. ഇനി ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ A നോക്കിയപ്പോ ഒരേപോലത്തെ ഒബ്ജക്റ്റ്, അതായത് സ്പിയർ, 2 സ്പിയർ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അത് രണ്ടും സെലക്ട് ആയി. ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുക. ഇനി ഓട്ടോ കാർഡിൽ ഉള്ളതുപോലെ വിൻഡോ സെലക്ഷനും ക്രോസ് സെലക്ഷനും ഉണ്ട്. ഇപ്പൊ ക്രോസിംഗ് സെലക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഞാന് ഈ ഒബ്ജക്ട് ഒരു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പൊ 2 ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ഈ റെക്ടാംഗിൾ ബോക്സിന്റെ ഇൻസൈഡ് അല്ല. ഇപ്പൊ ഞാൻ ഡ്രാഗ് ചെയ്യുന്ന റെക്ടാംഗിൾ ബോക്സിന്റെ ഇൻസൈഡിൽ അല്ല ഈ 2 കംപ്ലീറ്റ് ഒബ്ജക്ട്, പക്ഷെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ സെലക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ യൂസ് ചെയ്യുന്നത്, ക്രോസിംഗ് സെലക്ഷൻ. കണ്ടോ, ഈ 2 ഒബ്ജക്ട് സെലക്ട് ആയി. ഇനി ഞാൻ ഇവിടെ 3 ഒബ്ജക്റ്റിന്റെ ഒന്നും ഇൻസൈഡ് അല്ല റെക്ടാംഗിളിന്റെ ബോക്സിന്റെ അകത്ത് 3 ഒബ്ജക്റ്റും, പക്ഷെ അത് ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ സെലക്ട് ആവും. പക്ഷെ ഇവിടെ പോയിട്ട് ഈ ഗ്രീൻ കളർ കാണുന്നോടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രോസിംഗ് സെലക്ഷനിൽ നിന്ന് വിൻഡോ സെലക്ഷനിലേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോ 2 ഒബ്ജക്റ്റും കംപ്ലീറ്റ് സെലക്ട് ആയിട്ടില്ല. ഏതാണ്ട് പകുതിയിൽ കൂടുതലും സെലക്ട് ആണ്, എന്തെങ്കിലും കംപ്ലീറ്റ് സെലക്ട് അല്ല. കംപ്ലീറ്റ് ആ റെക്ടാംഗിൾ ബോക്സിന്റെ ഇൻസൈഡിലല്ല ഈ 2 ഒബ്ജക്റ്റും. അങ്ങനെയാണെങ്കിൽ ഇത് സെലക്ട് ആവുകയില്ല. അങ്ങനെ സെലക്ട് ആക്കണമെങ്കിൽ 2 ഒബ്ജക്റ്റും കംപ്ലീറ്റ് ആ റെക്ടാംഗിൾ ബോക്സിന്റെ ഇൻസൈഡിലായിരിക്കും. ഇപ്പൊ കണ്ട ഈ 2 ഒബ്ജക്റ്റും സെലക്ട് ആയി. അതാണ് വിൻഡോ സെലക്ഷനും ക്രോസിംഗ് സെലക്ഷനും തമ്മിൽ വ്യത്യാസം. വീണ്ടും നമുക്ക് ക്രോസിംഗ് സെലക്ഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ പോയിട്ട് ആ ഗ്രീൻ കളറിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഗ്രീൻ കളറിലാണ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാറുന്നതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത പോലെ ഇവിടെ പോയിട്ടും ക്ലിക്ക് ചെയ്യാം, ഒബ്ജക്ട് സെലക്ട്. അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് സെലക്ട് ബൈ നെയിം ആൻഡ് ഷോർട്ട് കീ H ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ നെയിം ഉണ്ടായിരിക്കും. അപ്പൊ ആ നെയിം ഇപ്പോ ഞാൻ ബോക്സ് 1 ആണ് വേണ്ടത്. ഓഫ് കൊടുത്താൽ ഇവിടെ ബോക്സ് 1 ക്ലിക്ക് സെലക്ട് ചെയ്ത് കാണാം. അപ്പൊ H നിൽക്കുക സെലക്ട് ബൈ നെയിം വരും. H ആണ് അതിന്റെ ഷോർട്ട് കീ. അങ്ങനെ ഏതാണ് നമുക്ക് സിലിണ്ടർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സിലിണ്ടർ നിൽക്കുക, ഓക്കെ കൊടുക്കുക. നെയിം വെച്ചിട്ട് സെലക്ട് ചെയ്യാനാണ് H യൂസ് ചെയ്യുക. സിലിണ്ടർ സെലക്ട് ആയി. ഇനി വേറൊരു 5 ടൈപ്പ് സെലക്ഷൻ കൂടി ഉണ്ട്. അതാണ് എഡിറ്റ്,
സെലക്ട് റീജിയൻ, റെക്ടാങ്കുലർ റീജിയൻ, സർക്കുലർ റീജിയൻ, ഫെൻസ് റീജിയൻ, ലെസോ റീജിയൻ, പെയിന്റ് സെലക്ഷൻ റീജിയൻ. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് തന്നെ റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയൻ ആണ്. നമുക്കിത് മാറ്റണമെങ്കിൽ അവിടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രസ് കളയാതെ തന്നെ അടുത്ത സെലക്ഷൻ സർക്കുലർ സെലക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് മൗസ് ഡ്രാഗ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഇവിടെ ആ സർക്കിളിന്റെ ഇൻസൈഡ് കംപ്ലീറ്റ് ആയിട്ട് 2 ഒബ്ജക്റ്റ് ആണ് ഉള്ളത്. സർക്കിൾ ടച്ച് ചെയ്തിട്ടുള്ളത് 5 ഒബ്ജക്റ്റുകളാണ്. ഇവിടെ നമ്മുടെ 5 ഒബ്ജക്റ്റും സെലക്ട് ആവും, കാരണം അത് ക്രോസ് സെലക്ഷൻ ആണ്. ക്രോസ് സെലക്ഷന് പകരം വിൻഡോ സെലക്ഷൻ ആണെങ്കിൽ വിൻഡോ സെലക്ഷൻ ആക്കാൻ ഈ ഗ്രീൻ ലൈനിന്റെ അവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർക്കിളാണ് വരച്ചു കൊടുക്കുന്നത് വയ്ക്കുക. ഇവിടെ സർക്കിളിന്റെ അകത്തുള്ളത് 2 ഒബ്ജക്റ്റ് ആണ്, പക്ഷെ സർക്കിൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 5 ഒബ്ജക്റ്റിനാണ്. പക്ഷെ ഇവിടെ 2 ഒബ്ജക്റ്റ് മാത്രമേ കംപ്ലീറ്റ് സെലക്ട് ആവുള്ളൂ, കാരണം സർക്കിളിന്റെ ഇൻസൈഡ് 2 ഒബ്ജക്റ്റ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ ആണെങ്കിലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വിൻഡോ ഓർ ക്രോസിംഗ് സെലക്ഷനെയാണ്. അടുത്ത സെലക്ഷൻ ആണ് ഫെൻസ് റീജിയൻ. ഫെൻസ് റീജിയൻ കിട്ടാൻ വേണ്ടി ഇവിടെ പോയിട്ട് 3ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യത്തെ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തത് റിലീസ് ചെയ്തു. അതിനുശേഷം അടുത്ത ലൈൻ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ലൈനിന്റെ അകത്തുള്ളത് 3 ഒബ്ജക്റ്റ് ആണ്. ആ 3 ഒബ്ജക്റ്റ് മാത്രമേ സെലക്ട് ആവുള്ളൂ. ഈ 3 ഒബ്ജക്റ്റുകളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വിൻഡോ സെലക്ഷനെയാണ്. ഇനി അതേപോലെ ഫെൻസ് സെലക്ഷന് പകരം അടുത്ത സെലക്ഷൻ ലാസോ റീജിയൻ. ലാസോ റീജിയൻ കിട്ടാൻ വേണ്ടി മൗസ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലാസോ റീജിയൻ പറഞ്ഞാൽ ഈ പെയിന്റിലൊക്കെ നമ്മൾ ചിത്രം വരയ്ക്കില്ലേ, അതേപോലെ ഇങ്ങനെ വരച്ച് അല്ലെ, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രസ് ചെയ്തത് കളയാതെ ഇങ്ങനെ വരയ്ക്കുക. ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് എത്ര ഒബ്ജക്റ്റ് ഉണ്ടോ അത് മൊത്തം സെലക്ട് ആവും. കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അകത്തുള്ളത് 3 ഒബ്ജക്റ്റ് ആണ്. ആ 3 ഒബ്ജക്റ്റ് മാത്രമേ സെലക്ട് ആവൂ. ഇനിയുള്ളത് സ്പ്രേ സെലക്ഷൻ. ലാസ്റ്റ് വൺ ക്ലിക്ക് ചെയ്യാൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ സ്പ്രേ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് വർക്ക് ആവാൻ നമ്മൾ ക്രോസ് സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്പ്രേ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ് വേണ്ടത് അതിങ്ങനെ ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്ത് കളയാൻ ഔട്ട് സൈഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് സെലക്ഷൻ ടൂൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.